ജമാഅത്ത് ഇസ്ലാമിയുടെ ആഭിമുഖ്യത്തിൽ പെരുമ്പാവൂരിൽ ഈദ് സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ ഹിറ മസ്ജിദ് ഇമാം ജമാൽ അസ്ഹരി സൗഹൃദ സന്ദേശം നൽകി. പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുത്തു. ജമാഅത്തെ ഇസ്ലാമി പെരുമ്പാവൂരിൽ ഈദ് സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു. ഹോട്ടൽ സത്താറിലായിരുന്നു സംഗമം. അപ്പൊ ഈ മതങ്ങൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഓരോ മതങ്ങളായിട്ട് ഒരു കള്ളികളായിട്ട് നിൽക്കാതെ ഇതൊരു ഫ്യൂച്ചറിൽ അതെല്ലാം കൂടെ ഒന്നിച്ചുള്ള ഇപ്പൊ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒക്കെ ദർശനങ്ങളിൽ അത്തരത്തിലുള്ള എന്നുവെച്ചാൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് മതങ്ങളുടെ ഐക്യമാണ് ഇനിയുള്ള സമയത്ത് വേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് വരുമ്പോൾ എല്ലാം കൂടെ ഒന്നിച്ചു പോവില്ല. അത് വിജയൻ പറഞ്ഞത് എക്യുമിനിക്കൽ ആയിട്ടുള്ള ഒരു രീതി എന്നുള്ള രീതിയിൽ പറഞ്ഞു. അത് അങ്ങനെ ഒരു കാലം പുലരുമെന്ന പ്രതീക്ഷയാണല്ലോ നമ്മളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എപ്പോഴും മനസ്സ് കാലുഷ്യമായിട്ടിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചടങ്ങുകളും പ്രബോധനങ്ങളും എല്ലാം കേൾക്കുമ്പോൾ മനസ്സൊരു ശാന്തം. ഇപ്പം ഇന്ന് നമ്മൾ ഈ വേദി വിട്ട് പോകുമ്പോൾ നമ്മളെ എല്ലാം മനസ്സിലൊരു കുളിർമ അനുഭവപ്പെടുമല്ലോ. അത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ തീരാനുള്ള ആവരുത്. അതുകൊണ്ട് ഇതൊരു തുടർ പ്രക്രിയയായിട്ട് പോകാൻ ഉള്ള ഒരു അവസരം ഉണ്ടാകട്ടെ. ഏരിയ പ്രസിഡന്റ് VM ദിനിൽ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. മൂവാറ്റുപുഴ ഹിറ മസ്ജിദ് ഇമാം ജമാൽ അസ്ഹരി സൗഹൃദ സന്ദേശം നൽകി. കുര്യാക്കോസ് ഗ്രീൻസ്, രാജ്മോഹൻ, ജോസ് നെറ്റിക്കാടൻ, ബെഞ്ചമിൻ വല്ലം, അഡ്വക്കേറ്റ് അജിത് കുമാർ, ജേക്കബ് ഒന്നാമയൽ, മണി, അഡ്വക്കേറ്റ് അനിൽകുമാർ, കൃഷ്ണമോഹൻ, രാജീവ് TR, ഷിജി ടീച്ചർ, റിൻസി ടീച്ചർ, MM നാസർ മാഷ്, മുനിസിപ്പൽ കൗൺസിലർ ബുഷ്ര PS, ഫൈസൽ അസ്ഹരി, MM നിസാർ, ഷബന മുഹമ്മദ് അലി തുടങ്ങിയവർ സംസാരിച്ചു. ഈദുൽ ഫിത്തർ എന്ന വാക്കിന്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാം. ഈദ് എന്നാൽ ഉത്സവം. ഉൽ ഫിത്തർ എന്ന് പറഞ്ഞാൽ നോമ്പ് തുറക്കൽ. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറയണോട്ടോ. അപ്പോൾ അങ്ങനെ ആ നോമ്പ് തുറക്കൽ ഉത്സവം ആണ് ഈദുൽ ഫിത്തർ. ഇത് ഏതാണ്ട് 1400 ചില്ലാനും വർഷങ്ങൾ ആയിട്ട് ലോകമെമ്പാടും തുറന്നു വരുന്ന ഒരു ആഘോഷമാണ്. പ്രധാനമായിട്ടും മുഹമ്മദ് നബി മദീനയിൽ വന്നതിന് ശേഷമാണ് ഈ രണ്ട് ഈദുൽ ഫിത്തറും ഈദുൽ അദായും ആരംഭിച്ചത്. അതിനു മുമ്പ് അവിടെ ഉണ്ടായിരുന്ന ലോക്കൽസ് മറ്റു പല ആഘോഷങ്ങളും ആഘോഷിച്ചിരുന്നു. അതെല്ലാം മാറ്റിയിട്ട് അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം 2 ഉത്സവങ്ങൾ ഈദുൽ ഫിത്തറും ഈദുൽ അദായും മതി എന്ന് മുഹമ്മദ് നബി പറഞ്ഞതനുസരിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈദുൽ ഫിത്തർ ആഘോഷിച്ച് കഴിഞ്ഞിരിക്കുന്നത്. ഇസ്ലാമിൻ്റെ മാനവികത സർവ മതങ്ങൾക്കും സ്വീകരിക്കാവുന്ന ഒരു കാഴ്ചപ്പാടാണ്. അവരവരുടെ മതത്തിൽ ഊന്നി നിന്നുകൊണ്ട് തന്നെ ദൈവത്തിലുള്ള വിശ്വാസവും ജനങ്ങളോടുള്ള സേവനവും മനുഷ്യത്വപരമായ സമീപനവും എല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് എങ്ങനെയാണത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി തരുന്ന ഒരു വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. അപ്പൊ അതിൻ്റെ പഠനം ഓരോ മനുഷ്യരെയും ദൈവത്തിനോടടുക്കാനും ഓരോ മനുഷ്യനെയും മനുഷ്യനായി തന്നെ കാണാനും നമുക്ക് സാധിക്കും. ഇവിടെ നൽകിയത് ത്യാഗത്തിൻ്റെ പ്രവാചകൻ ഇബ്രാഹിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ത്യാഗത്തിന്റെ ഒരു പ്രതീകമായാണ് നമ്മളെല്ലാവരും ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. TM മുഹമ്മദ് കുഞ്ഞ്, MI അഷ്റഫ്, PA സിദ്ദിഖ്, MM റഫീഖ്, CM അലി, PH നിസാർ, മുഹമ്മദ് അലി മുല്ലപ്പള്ളി, ഇക്ബാൽ കരുമക്കാട്ട്, നസ്ലി പരീദ്, മീര ടീച്ചർ തുടങ്ങിയവർ നേതൃത്വം നൽകി. തമ്പുരാൻ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ്റെ കാരുണ്യത്തിൽ നമ്മെല്ലാവരെയും ചേർത്ത് പിടിക്കുമാറാകട്ടെ. നഫറത്ത് കി ബസാർ മേ മഹബത്ത് കി ദുഖാൻ. വെറുപ്പിൻ്റെ മാർക്കറ്റിൽ സ്നേഹത്തിൻ്റെ ഒരു കട എന്നത് നമുക്കൊക്കെ പരിചിതമായ ഒരു ഡയലോഗാണ്. അങ്ങനെ ഒരു ഇന്ത്യയെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ഓടി നടക്കുന്ന ഓട്ടത്തിനിടയിൽ ഉപയോഗിക്കപ്പെട്ടൊരു വാക്കാണ്. നമ്മളൊരു കൊച്ചു സംഘമാണ് ഇവിടെ കൂടിയവരൊക്കെയും പറയുന്നത് ഇതിനേക്കാൾ വലിയ സംഗമത്തിൽ അടുത്ത കൊല്ലം കൂടാൻ ഇടവരട്ടെ എന്നാണ്. അപ്പോൾ നമ്മുടെ കൊച്ചു കടയിൽ നിന്ന് ഇതൊരു വലിയ ബസാറായി തന്നെ മാറുന്ന പെരുമ്പാവൂരിൻ്റെ സൗഹൃദത്തിൻ്റെ ഒരു തുടക്കം, അതിൻ്റെ ഒരു അടിപ്പലകയായി ഈ സംഗമം മാറണം എന്ന് ഞാൻ പ്രത്യേകം ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ്.
മനുഷ്യനൊരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ ജീവിതത്തിന് വർണ്ണം നൽകുന്നത് ബന്ധങ്ങളാണ്. ബന്ധങ്ങൾ ജീവിതത്തിൻ്റെ വസന്തമാണ്, ജീവിതത്തിൻ്റെ സുഗന്ധമാണ്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം ഏതാണെന്ന് ചോദിച്ചാൽ സാമൂഹ്യ ശാസ്ത്രത്തിൽ അതിന് കൊടുക്കുന്ന മറുപടി ബന്ധങ്ങളാണ് എന്നുള്ളതാണ്. നിന്റെ ബാങ്ക് ഡെപ്പോസിറ്റിനേക്കാൾ, അതിലെ തുകയുടെ അക്കങ്ങളേക്കാൾ നിന്റെ ബന്ധങ്ങളുടെ പട്ടിക എത്രയുണ്ട്? 3 ആണോ, 300 ആണോ, 3000 ആണോ? നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം, ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിലും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലും വലിയ സന്തോഷം കണ്ടെത്തുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. സത്യത്തിൽ നമ്മുടെ മനസ്സ് വിശാലമായി കഴിഞ്ഞാൽ നമ്മുടെ ബന്ധങ്ങളും വിശാലമാകും. നമ്മുടെ ബന്ധങ്ങളുടെ പട്ടിക വിശാലമാണോ എങ്കിൽ നമ്മൾ സമ്പന്നരാണ്. പക്ഷെ ഒന്നുകൂടി ഞാൻ പറയുന്നു, നമ്മുടെ ബന്ധങ്ങളുടെ പട്ടികയ്ക്ക് ബഹുസ്വരതയുണ്ടോ? പുതിയ കാലത്ത് ബന്ധങ്ങളുടെ പട്ടികയിൽ ബഹുസ്വരതയില്ല. കമ്മ്യൂണിറ്റി എന്ന ഒരു വാക്ക് പരിചിതമാവുകയും സൊസൈറ്റി എന്ന വാക്ക് അന്യമാവുകയും ചെയ്യുന്ന ഒരു കാലത്ത് നമ്മുടെ ബന്ധങ്ങളുടെ പട്ടികക്ക് ഒരു ബഹുത്വം ഉണ്ടാകാൻ കൂടി ഈ സംഗമം സഹായിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ.